So hello guys, I am Aditya. എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ 1000 രൂപയ്ക്ക് താഴെ വളരെ നല്ലൊരു ഹാഫ് ഇന്നർ ടൈപ്പ് TWS ഇയർഫോൺസ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അതായത് Urbn Beat 600 എന്ന് പറയുന്ന ഈ TWS ഇയർഫോൺസിന്റെ ഒരു കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ Urbn Beat 600 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വരുന്നത്. എനിവേ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഡോക്യുമെൻറ്റേഷൻസ് കാണാൻ സാധിക്കും. പിന്നീട് നോക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ TWS ഇയർഫോൺസ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ചെറിയ ബോക്സിനകത്തായിട്ട് ടൈപ്പ് സി ചാർജിങ് കേബിളും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ TWS ഇയർഫോൺസിലേക്ക് വരുവാണെങ്കിൽ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ആപ്പിൾ എയർപോഡ്സ് പോലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ നല്ലൊരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയാണ് ഈ പ്രോഡക്റ്റിന് നൽകിയിരിക്കുന്നത്. അതായത് കംപ്ലീറ്റ് ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നിരിക്കുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. പിന്നീട് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ താഴെയായിട്ട് Urbn ബ്രാൻഡിങ് കാണാൻ പറ്റും. തൊട്ട് മുകളിലായിട്ട് നമുക്ക് ബാറ്ററി സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. പിന്നീട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയുള്ള ടൈപ്പ് സി പോർട്ട് കാണാൻ പറ്റും. പിന്നീട് ഈ കേസിൻ്റെ കംപ്ലീറ്റ് വെയിറ്റ് വന്നിരിക്കുന്നത് 37 grams ആണ്. ഇനി നമ്മുടെ കേസ് അങ്ങ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ പോലും നമുക്ക് നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. കാരണം വളരെ നല്ലൊരു സോൾഡ് ആയിട്ടുള്ള ഹിഞ്ച് മെക്കാനിസം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കേസ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലായിട്ട് നമ്മുടെ ഇയർബഡ്സ് ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ഇയർബഡ്സ് അങ്ങ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം വളരെയധികം ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഗ്ലോസി പ്ലാസ്റ്റിക് ബിൽഡാണ് ഈ ഒരു ഇയർബഡ്സിന് വരുന്നത്. ഇനി നമ്മുടെ ഇയർബഡ്സിൻ്റെ സ്റ്റെമ്മിലായിട്ട് നോക്കുവാണെങ്കിൽ താഴെയായിട്ട് ലെഫ്റ്റ് റൈറ്റ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സൈഡിലായിട്ട് നമുക്ക് ടച്ച് കൺട്രോൾസും കാണാൻ സാധിക്കും. സോ ഇതാണ് ഈ TWS ഇയർഫോൺസിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ. ഇനി ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ കണക്ടിവിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം 10 meters ആണ്. അതുപോലെ തന്നെ പെയറിംഗ് ഒക്കെ വളരെ ഫാസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസുമായിട്ട് ഓൾറെഡി തന്നെ ഈ ഒരു TWS ഇയർഫോൺസ് പെയർഡ് ആണെങ്കിൽ പിന്നീട് പെയർ ചെയ്യണമെങ്കിൽ വളരെ ഈസിയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൽ ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ കേസ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. വേറൊന്നും ചെയ്യാനില്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ പെയർ ആയിക്കോളും. സോ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല. ഇനി TWS ഇയർഫോൺസിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഹാഫ് ഇന്നർ ടൈപ്പ് ഇയർഫോൺ എന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ നല്ലൊരു കംഫർട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒപ്പം തന്നെ ഫിറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാതിൽ നിന്ന് അങ്ങനെ ഊരിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. സോ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഇനി ഒരു ഇയർഫോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. സോ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ 13mm ഡ്രൈവേഴ്സാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡീപ്പ് ബേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ മിഡ്സും ട്രബിളും ഒക്കെ ഒരു ബാലൻസ്ഡ് ലെവൽ എന്ന് വേണം പറയാൻ. പിന്നീട് വോക്കൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മ്യൂസിക് കേൾക്കാനും മൂവീസ് കാണാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നല്ലൊരു വോളിയം ലെവലും ഈ ഒരു TWS ഇയർഫോൺസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഹൈ വോളിയത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ഇന്നർ ടൈപ്പ് ഇയർഫോൺ എന്ന പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ വളരെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. ഇനി ഒരു TWS ഇയർഫോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബാറ്ററി ബാക്കപ്പ്. സോ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ സിംഗിൾ ചാർജിൽ തന്നെ നമുക്ക് ഓരോ ഇയർബഡ്സിലും 4.5 hours ഒരു പ്ലേ ബാക്ക് ടൈമാണ് ലഭിക്കുന്നത്. പിന്നീട് കേസിനകത്ത് ചാർജ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി നമുക്കൊരു 20 hours പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ ഇയർബഡും ഫുൾ ചാർജ് ആകുന്നതിന് വേണ്ടിയിട്ട് 1 hour ടൈമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒരു 10 minutes ചാർജ് ചെയ്യുവാണെങ്കിൽ 100 minutes ഒരു പ്ലേ ബാക്ക് ടൈം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഒരു യൂസേജിലും എനിക്ക് അത്രയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഡീസൻറ്റ് ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ TWS ഇയർഫോൺസിൽ ടച്ച് കൺട്രോൾസ് ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ടച്ച് കൺട്രോൾസും അതിൻ്റെ ഫംഗ്ഷൻസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മ്യൂസിക് പോസ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒന്നുകൂടി ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ റൈറ്റ് ഇയർബഡിൽ വന്നിട്ട് നമ്മൾ 2 seconds ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോങ്ങിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇയർബഡിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് 2 seconds പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് സോങ്ങിലോട്ടും പോകാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി ഇത്രമാത്രം ചെയ്താൽ മതി. റൈറ്റ് ഇയർബഡിൽ ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വോളിയം ഇൻക്രീസ് ആവുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇയർബഡിൽ വന്നിട്ട് നമ്മൾ സിംഗിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ വോളിയം ഡിക്രീസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇയർബഡിൽ നമ്മൾ ജസ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിറിയെ വേക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ടച്ച് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ഈ TWS ഇയർഫോൺസിൽ ക്ലിയർ കോൾ ടെക്നോളജി ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെറ്റർ കോൾ ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസിൻ്റെ കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. സോ നിങ്ങൾ കേൾക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ Urbn Beat 600 എന്ന് പറയുന്ന TWS ഇയർഫോൺസ് വഴിയാണ്. സോ ഇതാണ് ഈ TWS ഇയർഫോൺസ് വഴിയുള്ള കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ മൈക്രോഫോൺ ക്വാളിറ്റി. ഇനി നമുക്ക് ഈ TWS ഇയർഫോൺസിൽ ലഭിക്കുന്ന മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിൽ നമുക്ക് IPX5 റേറ്റിംഗ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചെറിയ മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാം, ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നുണ്ട്. അതായത് മോണോ ആയിട്ടും സ്റ്റീരിയോ ആയിട്ടും നമുക്ക് ഈ ഒരു TWS ഇയർഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഈ പ്രോഡക്റ്റിന് 1 ഇയർ വാറണ്ടിയാണ് ലഭിക്കുന്നത്. ഇനി ഫൈനലി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ അർബൻ്റെ വെബ്സൈറ്റിൽ 1499 രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ ആമസോണിൽ 999 രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ വളരെ നല്ലൊരു ഡീലായിരിക്കും. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു TWS ഇയർഫോൺസ് വേറെ കിട്ടാനില്ലെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.